നമുക്ക് ഈസി ആയിട്ടൊരു ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കിയാലോ. ആദ്യമേ നമ്മൾ ഈ ബോട്ട് ഫാദർ എന്ന് പറയുന്ന ബോട്ടിൽ ചെന്നിട്ട് പുതിയതായിട്ടൊരു ബോട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കിട്ടുന്ന ഈ ബോട്ട് ടോക്കൺ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓൾസോ ബോട്ടിൻ്റെ യൂസർ നെയിം നോട്ട് ചെയ്ത് വെക്കുക. ഈ ബോട്ടിൻ്റെ കോഡ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലാണ് ഡിപ്ലോയ് ചെയ്യാൻ നോക്കുന്നത്. ടെർമക്സ് എന്ന എൻവയോൺമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ പഴയ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടെർമക്സ് ഡൗൺലോഡ് ചെയ്യുക. എഫ് ഡ്രോയിഡ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ടെർമക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ജാവ ഇതുപോലെ ഈ കമാൻഡ് കൊടുത്ത് ജാവ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഓൾസോ മേവനും ഇൻസ്റ്റാൾ ചെയ്യുക. ജാവ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജാവ മൈനസ് വെർഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കും. എൻ്റെ ഓൾറെഡി ജാവ 21 ആണ്. സോ 17 എനിക്ക് വേണ്ട, ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഓൾറെഡി വെച്ചേക്കുന്നതാണ്. വെർഷനും അത്ര വിഷയമൊന്നുമല്ല, സോ നമുക്കത് ഇഗ്നോർ ചെയ്യാം. അങ്ങനെ ആൻഡ്രോയിഡിലെ എൻവയോൺമെൻറ്റ് സെറ്റപ്പ് റെഡിയാണ്. ഇനി നമുക്ക് ബോട്ടിൻ്റെ കോഡ് നമുക്ക് കമ്പ്യൂട്ടറിൽ എഴുതിയിട്ട് നമുക്ക് ഈ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റലിജെ എടുത്തിട്ട് ഒരു മേവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ മേവൻ പ്രോജക്റ്റിൻ്റെ ഡിപ്പെൻഡൻസി ആയിട്ട് ടെലിഗ്രാം ബോട്ട്സ് എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെലിഗ്രാമിൻ്റെ ഒഫീഷ്യൽ ലൈബ്രറി. ഇനി ബോട്ടിൻ്റെ ലോജിക്ക് എഴുതാൻ വേണ്ടി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ ടെലിഗ്രാമിൻ്റെ ഈ ഒരു ലൈബ്രറിയിലുള്ള ലോങ് പോളിംഗ് ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെയാണ്. ഇതിലൊരു മെയിൻ 3 മെത്തേഡ്സിനെ നമ്മൾ ഓവർറൈഡ് ചെയ്യണം. ഒന്ന് ഗെറ്റ് യൂസർ നെയിമും, ഒന്ന് ഗെറ്റ് ബോട്ട് ടോക്കൺ എന്നുള്ളതും, പിന്നെ ഓൺ അപ്ഡേറ്റ്സ് റിസീവ്ഡ് എന്ന് പറഞ്ഞ മെത്തേഡും. ഇതിൽ ആദ്യത്തെ 2 മെത്തേഡ് എന്ന് പറയുന്നത് ബോട്ട് ടോക്കണും ബോട്ടിൻ്റെ യൂസർ നെയിമും കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യമേ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ 2 സംഭവം കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൽ ഓൺ അപ്ഡേറ്റ് റിസീവ്ഡിലേക്കൊക്കെയാണ് നമുക്ക് നമ്മുടെ യൂസർ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ഇതിലേക്ക് എത്തുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ബോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് അയക്കുന്ന മെസ്സേജിൻ്റെ പ്രിഫിക്സ് ആയിട്ട് ഹലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് തിരിച്ചയക്കുക എന്നുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്ന ബോട്ട് തൽക്കാലത്തേക്ക് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഇവിടെ ഹലോ കോയി എന്നുള്ളത് ജസ്റ്റ് ആഡ് ചെയ്തു പ്രിഫിക്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് മെസ്സേജ് അയച്ചാലും ഹലോ കോയി എന്നുള്ളത് പ്രിഫിക്സ് ആയിട്ട് അപ്പൻഡ് ചെയ്ത് വരും. സോ ഇതൊരു സിമ്പിൾ ബോട്ടാണ്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബോട്ടിൻ്റെ ഈ സോഴ്സ് കോഡ് നമ്മുടെ ഫോണിലേക്ക് പകർത്തുക. ഇനി നമ്മൾ നമ്മുടെ ടെർമക്സ് ആൻഡ്രോയിഡിലെ ടെർമക്സ് എടുത്തിട്ട് ഈ ടെർമക്സ് സെറ്റപ്പ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അടിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഈ ടെർമക്സിന് നമ്മുടെ ഫയൽ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് CD /shared എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അകത്തേക്ക് പോവുക. അതിൻ്റെ അകത്താണ് നമ്മുടെ ആക്ച്വൽ ഫയൽ സിസ്റ്റം ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ജാവയ്ക്കകത്താണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് പോവുക, എന്നിട്ട് നമ്മുടെ ആ സോഴ്സ് കോഡിൻ്റെ അകത്തേക്ക് കയറുക. അവിടെ വെച്ചിട്ട് ഈ ഒരു മേവൻ്റെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക. സോ ഈ ഒരു മേവൻ കമാൻഡ് ഈ ഒരു ആപ്ലിക്കേഷനെ കമ്പൈൽ ചെയ്തിട്ട് റൺ ചെയ്യുന്ന കമാൻഡാണ്. സോ അതൊന്ന് ഓടിക്കുക. സോ നമ്മൾ ഓൾറെഡി ഒരു ലോഗ് ഇട്ടിട്ടുണ്ട്, ബോട്ട് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ലോഗ് ഇട്ടിട്ടുണ്ട്. സോ അത് പ്രിൻറ്റ് ചെയ്ത് വരും കുറച്ച് കഴിയുമ്പോൾ. സോ അങ്ങനെ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായി. ഇനി നമുക്ക് ഈ ടെലിഗ്രാമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അയക്കുന്ന മെസ്സേജിന് പ്രിഫിക്സ് ആയിട്ട് ഹലോ കോയി ആ ഒരു മെസ്സേജും കൂടെ വരുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ബോട്ട് വർക്കിംഗ് ആണ്. സോ ഇത് സിമ്പിൾ ബോട്ടാണ്. ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്ത് ഇപ്പോൾ ഇമേജ് കംപ്രസ് ചെയ്യുന്ന ഒരു ബോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ബോട്ട് നിങ്ങൾക്കും യൂസ് ചെയ്ത് നോക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.